ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു ദിവസം ഗണപതിക്കൊരു മെസ്സേജ് ഇട്ടു, മോനെ എടാ ഒന്നും പറഞ്ഞില്ലല്ലോ, ഉണ്ടാവോ, ശരിയാണോ, എനിക്ക് ശരിയാവോ, എന്നെ എടുത്തോ നീ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഞാനും ഞെട്ടിയാണ് വന്നത്. ഒരു ദിവസം ഗണപതിയുടെ കോള് വന്നപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞു ഞെട്ടി. ആക്ച്വലി അതിന് മുന്നേ ഞാൻ ചിദംബരത്തിനും ഇതൊക്കെ ഒരു മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ഇത്ര ഹിറ്റായതിനു ശേഷം ഞാനിങ്ങനെ, അപ്പോൾ മഞ്ഞുമൽ ബോയ്സും പടമായിട്ട് ഞാനൊരു ചെറിയ ബന്ധമുണ്ട്. ഞാൻ മഞ്ഞുമക്കാരിയാണല്ലോ, മഞ്ഞുമൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പം എൻ്റെ കസിൻ സിസ്റ്ററെ കെട്ടിയിരിക്കുന്ന ഒരു കുട്ടിയാണ് മഞ്ഞുമൽ ബോയ്സിലെ ചന്തുവിൻ്റെ ക്യാരക്ടർ. ആ ട്രിപ്പിൽ പോയ ഒരാള് എൻ്റെ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിലെ ക്യാരക്ടർ ചന്തു ചെയ്തില്ലേ, സലീമേട്ടൻ്റെ മോന്, ആ ക്യാരക്ടർ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ കസിനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവന് മെസ്സേജ് ഇട്ടു ഇൻസ്റ്റയിൽ, ചിദംബരം മോനെ എടാ നീ എന്നെ ഓർക്കുന്നുണ്ടോ, നിൻ്റെ അമ്മയാണ് ഞാൻ, നിങ്ങളുടെ രണ്ടുപേരുടെ അമ്മയാണ്. എന്നിട്ട് നിങ്ങൾ ഈ മഞ്ഞുമൽ ബോയ്സ് എടുത്തപ്പോൾ അതിൽ കുറേ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു ചെറിയ ചാറ്റിംഗ് ഉണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ സംസാരിച്ച് ഒരുപാട് സന്തോഷം ചേച്ചി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ദൈവമേ, ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഗണപതിയുടെ ഒരു കോള്, ഞാൻ ഓർത്ത് എന്തെങ്കിലും പറയാനായിരിക്കും ഓർത്ത് എടുത്തപ്പോൾ, ചേച്ചി ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടോ? ഞാൻ എന്ത് ചോദ്യം അത്, നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ട്, ചേച്ചിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഈശ്വരാ, ഒന്നും പറയാനില്ല, ഒരു സീനായാലും മതി, ഞാൻ അഭിനയിച്ചിരിക്കുന്നു, നീ തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒരു കാര്യം ചെയ്യും, ചിതു ഇപ്പോൾ ഇവിടെ ഇല്ല, ചിതുവില്ല എൻ്റെ അടുത്ത് ശരി ഓക്കെ ചേച്ചി ഞാൻ പറയാമെന്ന് പറഞ്ഞു വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരനക്കൂല്ല, എനിക്ക് ചോദിക്കാനും ഒരു ചമ്മൽ, ഭയങ്കര ആങ്സൈറ്റി. അപ്പം ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു ദിവസം ഗണപതിക്കൊരു മെസ്സേജ് ഇട്ടു, മോനെ എടാ ഒന്നും പറഞ്ഞില്ലല്ലോ, ഉണ്ടാവോ, ശരിയാണോ, എനിക്ക് ശരിയാവോ, എന്നെ എടുത്തോ നീ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ അപ്പോഴാണ് അവൻ്റെ മെസ്സേജ്. അവൻ പെട്ടെന്നൊന്നും ഇവനൊന്നും റിയാക്ട് ചെയ്യില്ല, കുറേ കഴിഞ്ഞിട്ടൊക്കെ റിയാക്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അന്നോ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കണ്ടുകൊടുന്ന് ചിദംബരം വെളിയിലാണ്, എന്തൊരു പ്രോഗ്രാമായിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ കൺഫേം ചെയ്തിട്ട് പറയാം, അവൻ വന്ന് ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിക്കണൊക്കെ മതി ചേച്ചി ഓക്കെ, അപ്പോൾ നമ്മൾ പടം ചെയ്യുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ പടം കിട്ടുന്നത്.